എൻ്റെ പേര് കാഞ്ഞിരംകുളം ശ്രീധരനാശാൻ. ഞാൻ പ്രാവിലല്ല ആശാനായി അറിയപ്പെടുന്ന മർമ്മവും കളരിയും. ഞങ്ങളിപ്പോഴും അത് തന്നെയാണ്. എൻ്റെ സ്ഥലം കരിച്ചലാണ്. കാഞ്ഞിരംകുളത്തുനിന്ന് കരിച്ചലിലോട്ട് വരുമ്പോൾ കരിച്ചൽ CSIയുടെ അടുത്താണ് എൻ്റെ വീട് ഇരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും നല്ല പ്രാവ് വളർത്തുകാരനാണ് ചാക്കെ ശ്രീനിവാസ പണിക്കർ. പക്ഷെ പണിക്കരെ പലരും ഓർമ്മിക്കാതെ പോയി. അങ്ങനെ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ ദ്വാരക ബാബുവണ്ണൻ, പൂജപ്പര രാജുവണ്ണൻ, ജാസോസ് ചെല്ലപ്പൻ. കാരണം അവരെ എടുത്തെടുത്ത് പറയാനുണ്ടാകുന്ന കാരണം സബ്ജപ്പുള്ളി വഴി, സുറുമപ്പുള്ളി വഴി, വാൾക്കറുപ്പ് വഴി ഈ പ്രാക്കൾ തന്നെയാണ് ഇന്ന് പരക്കെ എല്ലാ കൂട്ടിലും പറക്കുന്നത്. സംശയം വേണ്ട. പക്ഷെ അവർ ഓരോ പേര് പറയുന്നു. ആ പേരും ഇതുമായിട്ടൊന്നുമില്ല. കാട്ടുപക്കി എന്ന് പറയുന്ന കാട്ടുപക്കി എന്നവർ പറയുന്നത് പഴയ കാലത്തുള്ള നെഞ്ചുപൂരിയാണ്. ഈ നെഞ്ചുപൂരിയാണെന്ന് കാട്ടുപക്കി എന്ന് തമിഴ്നാട്ടിലും പാലക്കാട് ആ ഭാഗങ്ങളിലൊക്കെ പറയുന്നത്. അതുപോലെ റെക്ക് വെള്ള എന്ന് പറയുമ്പോഴും ഒരു ചിറവിൽ 8 തൂവൽ വെള്ളയെങ്കിൽ മറു ചിറവിലും ആ 8 തൂവൽ വെള്ള ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് കറുത്ത തൂവൽ വന്നാൽ ഇടത്തിരി വെള്ള എന്നാണ് പറയുന്നത്. റെക്ക് വെള്ള എന്ന് പറയുമ്പോൾ ചന്ദ്രക്കല ഉണ്ടായിരിക്കണം, നെഞ്ചിൻ്റെ അടിയിൽ വെള്ള ഉണ്ടായിരിക്കണം. അതുപോലെ ശേഖിലി കലങ്ക കണ്ണായിരിക്കണം, കട്ടച്ചുണ്ടായിരിക്കണം. കുറുക്കിൻ്റെ പുറത്ത് ഇംഗ്ലീഷ് അക്ഷരം V എന്ന അടയാളത്തിൽ കറുപ്പ് കട്ടയുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ശേഖിലി ആവൂ. പിന്നെ ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, കാഞ്ഞിരംകുളത്ത് എനിക്ക് മുമ്പ് വളർത്തിയിരുന്ന 2 വ്യക്തികളുണ്ട്. അന്ന് ഞാൻ കൊച്ചാണ്. കൊല ചെയ്യപ്പെട്ട് ജയിലിൽ പോയ എഡിസൺ വാത്തിയാരി, മുദ്രപത്രങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ബെണ്ടർ. അപ്പോൾ ഈ ബെണ്ടറും എഡിസൺ സാറും പ്രാവൂടെ വളർത്തിയിട്ടില്ല എന്ന് പരക്കെ സംസാരമായപ്പോഴും അതിൻ്റെ അടയാളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ നിന്ന് പഴയടയിലോട്ട് പോകുമ്പോൾ പുറത്തിവള ജംഗ്ഷനിൽ നിന്ന് മാങ്കുട്ടത്തോട് തിരിയണ വശത്ത് പുറത്തിവള ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ ചെല്ലുമ്പോൾ ഇടത് വശത്താണ് ബെണ്ടറുടെ വീട്. അവരുടെ മക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ മക്കളുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഞാൻ ഈ ബെണ്ടറുടെ പേര് ഇതിൽ പറഞ്ഞത്. അത് പോയിട്ട് കൊല ചെയ്ത് സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. കൊല ചെയ്ത് ജയിലിൽ പോയ ആളാണ് എഡിസൺ സാർ. അതുപോലെ പൂവാർ അമീദ്, അസീസ് സാഹിബ്, അബ്സാരി സാഹിബ്, പിന്നെ ശരിയമ്മള ബാബു അണ്ണൻ, എൻട്രി അണ്ണൻ, ഇവരൊക്കെ ഇവിടുത്തെ പ്രാവിൻ്റെ ഉസ്താദുകളായിരുന്നു. പിന്നെ ബാബു അണ്ണൻ പ്രാവിൻ്റെ ജാതികളും കാര്യങ്ങളും പറഞ്ഞു തന്ന് പൂജപ്പര രാജുവണ്ണൻ കാശ്മീർ വർഗം നിലനിർത്തി തന്നു. പക്ഷേ ആശാൻ കാണിച്ച വള്ളത്തിലിറക്കി നടത്തിയതിന് എനിക്ക് വള്ളത്തിലിറക്കാൻ പറ്റില്ല. ഞാൻ ഒരു വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ഒരു 300 മീറ്റർ പ്രാവ് ചാനൻ്റെ കയ്യിൽ വെളിച്ചമുള്ളടത്ത് ഇറക്കിയിട്ട് നടത്തിയാണ് ഞാൻ എൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ സബ്ജ ലൈനേജ് എന്ന് പറയുന്നത്. എൻ്റെ സബ്ജയുടെ യഥാർത്ഥ ലൈനേജ് ഇതാണ്. ഇതിനിപ്പോൾ ഒരു 15 വയസ്സ് വരും. സബ്ജ ലൈനേജ് എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് ഉണ്ടായിരിക്കണം, 2 വശവും ഉണ്ടായിരിക്കണം. ഇവിടെ ഇപ്പോൾ ഈ വെള്ള ഉണ്ടായിരിക്കണം, ഈ കുളമ്പിൽ വെള്ള ഉണ്ടായിരിക്കണം, ഇവിടെ ഇങ്ങനെ ഇത്രയും ഉണ്ടായിരിക്കണം. ഈ പ്രാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറവയിലും എല്ലാത്തിനുമൊക്കെ നല്ല മെച്ചമാണ്. ഇതിൻ്റെ അതേ പരമ്പരകളും പല ജാതികളും ഇട്ട കലച്ചയിലാണ് ഈ കിടക്കുന്ന എല്ലാ പ്രാവും. നമ്മളെ ഗോൾഡ് പറവയിലെ ബാലിൻ്റെ അടുത്തിട്ട് പറന്നിട്ടുള്ള പ്രാവാണ്. 12 മണിക്കൂർ 50 മിനിറ്റ് പറന്ന പ്രാവാണ്. 3 വർഷം വരെ ഇതിൻ്റെ പന്തയത്തിന് പറന്ന് ഇതിൻ്റെ അച്ഛൻ വരുന്നു. ഈ പ്രാവാണ് അതിൻ്റെ അച്ഛൻ. ഇതിനും വാലിക്കറുപ്പിലൊരു പെട്ടയിട്ടപ്പോഴാണ് ആ കുഞ്ച് 5 എണ്ണം എടുത്ത്, ബാക്കി അവർ കിടപ്പുണ്ട്, 5 എണ്ണം എടുത്ത്. ഇതാണ് തന്നെ. ഇതിന് ഏതാണ്ട് ഒരു 20 വയസ്സോളം പ്രായമുണ്ട്. ഇതെനിക്ക് പടിഞ്ഞാറക്കോട്ട ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരാൾ തന്നതാണ്. പടിഞ്ഞാറക്കോട്ട പുന്നാപുരം കോളനിയിൽ ജനാർദ്ദനൻ എന്ന് പറയുന്ന ഒരാൾ തന്നതാണ്. ഇതിനും അതുപോലെ തന്നെ ഇവിടെ അത് കാണും, ഷെയ്ഡ് വെള്ള കാണും,
ഈ പരമ്പര വരണേനെല്ലാം ഈ അടയാളം ഉണ്ടായിരുന്നു. ഞാനിവിടെ കണ്ണ്, ചുണ്ട്, നിറം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഗുരുക്കന്മാരെന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ വംശം, അതിൻ്റെ തെമര്. ഇപ്പം കണ്ണും ചുണ്ടും ഒക്കെ നോക്കുമ്പോൾ നമുക്കെല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കും. പക്ഷെ തെമരെന്ന് പറയുന്ന സാധനം ഇതാണ് തെമര്. ഉണ്ടോ? അപ്പോൾ ഇതിന് ചേരുന്ന പിടയെന്ന് പറയുന്നത് കളറല്ല വിഷയം. ഇപ്പം നമുക്ക് നോക്കും പറയാം, നമ്മൾ ഈ പ്രാവ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിന് 6 വിരൽ നെഞ്ച് നീളമുണ്ട്. വേണ്ട, ഇപ്പം നമ്മൾ ഈ ഇവിടെ നിന്ന് 6 വിരൽ നെഞ്ച് നീളമുണ്ട്. അതിന് നമ്മൾ 4 വിരൽ നീളമുള്ള പിടയെ ഇടാം. അപ്പോൾ അതിൻ്റെ ഉപമയെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിവാഹം കഴിക്കാൻ പോകുമ്പോൾ നമ്മളെ തോളിന് താന്ന ഒരു പെൺകുട്ടിയല്ലേ നമ്മൾ ഇഷ്ടപ്പെടും. അതുപോലെയാണ് നെഞ്ചെല്ലാം നീളം കൂടിയതും ഈ ഒരേ ഇനവും ഇതേ ഇനം പ്രാവ് സെറ്റ് ചെയ്യാൻ പാടില്ല. 3 പെട്ടയ്ക്കും ഈ ഒരു സബ്ജ ലൈനേജിലും കലച്ച കുഞ്ചുകളാണ് ഇവിടെ കിടക്കണതല്ല. അപ്പോഴിങ്ങനെ കളർ മാറി കുഞ്ഞ് വരുന്നത് കൊണ്ടാണ് പൂർവിക എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞത് കളറിലല്ല കാര്യം, കണ്ണിൽ കാര്യമില്ല. തെമരും ഒത്തിരിക്കണം, വംശവും ഒത്തിരിക്കണം. പറപ്പിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വർഷവും ഞാൻ 20 എണ്ണം ഉപയോഗിക്കും. ബാക്കികൾ കുഞ്ഞെടുക്കാനും ഒരു 5 കൊല്ലമൊക്കെ പന്തയം പറന്നു കഴിഞ്ഞാൽ അവൻ ക്ഷയിച്ച് വരികയാണെങ്കിൽ അവനെ അങ്ങ് ഒതുക്കിയിട്ടേക്കും, വിളി കൊടുക്കില്ല. അങ്ങനെ ഇട്ടേക്കും. ഇത്തവണയും ഒരു 20 എണ്ണത്തിന് ചിലവ് കൊടുത്തിട്ടുണ്ട്, പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1.5 വർഷത്തിന് മുമ്പേ വരെ ഇവിടുന്ന് പ്രാവ് വിലയ്ക്ക് കൊടുക്കുകയോ കുട്ടി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇറക്കി. അതങ്ങ് വൈറലായി. പല നാട്ടിൽ നിന്നും വിളിച്ച് ആദ്യം എന്നെ വിളിച്ചത് വടകര ശ്രീജിത്താണ്. എല്ലാ ആഴ്ചയിലും വിളിക്കും, അന്ന് തൊട്ട് ഇന്ന് വരെ. പുള്ളി വലിയ കാര്യമാണ്. ഇന്നും രാവിലെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യം പ്രാവിന് വേണ്ടി വന്നത് മലപ്പുറത്ത് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലെ പൂജാരി ശ്രീദേവ്. ഫസ്റ്റിൽ ഇവിടെ വന്നിട്ട് അയാളൊരു തമാശ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അയാളെ കണ്ടിട്ടില്ല. ആശാനെ, ഞാൻ എൻ്റെ ഒരു മോനെ കൊണ്ടുവന്ന് ഇവിടെ നിന്നൊരു മോളെ വിവാഹം കഴിച്ച് തരുമെന്ന് കേട്ടോ. എനിക്കത് കത്തിയില്ല. പക്ഷേ അയാൾ ചോദിച്ചതിൻ്റെ അർത്ഥം അവിടെ നിന്ന് ഒരാണിനെ കൊണ്ടുവരും, അതിന് കറക്റ്റായ ഒരു പെട്ട സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പുള്ളിക്കാരൻ കൂടെ വന്ന് ഞാൻ പെട്ട സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ എന്തോ ഭാഗ്യദോഷം, അത് മുട്ടയിട്ടില്ല. അടുത്ത് അതിൻ്റെ ഒരു പ്രാവിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ റിസൾട്ടിന് പ്രകാരം പുള്ളി രാത്രി 2 മണി വരെ, രാവിലെ 6 മണി തൊട്ട് രാത്രി 2 മണി വരെ പ്രാവ് പറത്തി കാണിച്ചിരിക്കുകയാണ്. കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലെ പെരപ്പങ്കോട് ശ്രീദേവ് എന്ന പൂജാരി. അത് പോയിട്ട് കണ്ണൂരിലെ ഷാബി, കണ്ണൂർ പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്ത് ഇന്ന് പോയി അവിടെ വിവാഹം കഴിച്ച് താമസിക്കുന്നത്. 4 മണിക്കൂർ പോലും പറക്കാതിരുന്ന ഒരു കട്ടലത്തിലാണ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് ഇപ്പം 2 ഫസ്റ്റും 2 തേർഡും ഒരു 4th അയാൾ. പിന്നെ പാലക്കാട് ജാബർ പുള്ളിക്കാരനും പറത്തി കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഈ യൂട്യൂബ് ഇറങ്ങിയ ശേഷമാണ് ഇവിടെ നിന്ന് പ്രാവ് വെളിയിൽ കൊടുത്താൽ ഞാൻ ആരുടെടുത്തും വില ചോദിച്ചിട്ടില്ല. അവർക്ക് ആവശ്യമുള്ള പ്രാവ് പിടിച്ചു കൊടുക്കും. അവർ തരണതിന് സന്തോഷത്തോടെ വാങ്ങും. എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് അഗ്രഗണ്യന്മാരാണ്. അതായത് ആനയറ വാസമാണ് എനിക്ക് ആദ്യം എൻ്റെ 9ാമത്തെ വയസ്സിൽ എനിക്ക് 2 പ്രാവ് തരും. പുള്ളിക്കാരൻ അപ്പുറത്തു നിന്നാണ് വിവാഹം കഴിച്ചത്. ആ ജാസോസ് ചെല്ലപ്പൻ എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിൽ ചെന്ന് വാലിക്കറുപ്പിലൊരാണ് സബ്ജയിലൊരു പെട്ടയും എടുത്ത് തന്നു. ആ സബ്ജയിലെ പെട്ട വലത്തെ കാലിലെ വിരൽ ഇങ്ങനെയാണ്. അതിൻ്റെ വർഗ്ഗങ്ങളാണ് തുടർന്ന് ഇവിടെ കിടക്കുന്നത്. ഈ 2 പേരെയും ബന്ധപ്പെട്ടതിന് ശേഷമാണ് പ്രാവ് പറത്തൽ രീതികൾ ഇവർ 2 പേരുമാണ് പറഞ്ഞത്. നാനേറ വാസുവും ജാസോസ് ചെല്ലപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചാക്ക വോട്ട് കമ്പനിയുടെ അടുത്ത് വെച്ച് ചാക്കെ ശ്രീനിവാസ പണിക്കരെ പരിചയപ്പെടുന്നത്. അപ്പോൾ പുള്ളിയെ പരിചയപ്പെടാൻ കാരണം ഞാൻ പെരുമാതറ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാർവതി പുത്തനാറ്റിലൊരു ചെത്ത വള്ളം, പുള്ളിക്കാരൻ കഷണ്ടിയാണ്, നല്ല താടിയുമാണ്. 2 പ്രാവ് ഇങ്ങനെ ഒരാൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു 5-6 മീറ്റർ മുകളിൽ 2 പ്രാവ് നിന്ന് പറക്കണം, ഇയാളെ കയ്യിലിട്ടിരിക്കുന്നു. ഈ 2 പ്രാവിന് ഈ വള്ളത്തിൻ്റെ പുറത്തിട്ടപ്പോൾ ഈ പ്രാവ് ഇറങ്ങി. ഉടനെ വീട്ടിൽ വരേണ്ട ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ അവിടെ നിന്ന് പ്രാവിനെ ഇറക്കി ഒരു 10-500 മീറ്റർ ദൂരം ഉണ്ട് അയാളെ വോട്ട് കമ്പനിയിൽ ഒരു കൊച്ചുമുറി അവിടെ കൊണ്ടടക്കി. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും അങ്ങേരെ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വലിയ കമ്പനിയായി. അതിൻ്റെ അടുത്ത് ദ്വാരക ബാബുണ്ട്, പ്രഗത്ഭനാണ്, പ്രാവിൻ്റെ ഉസ്താദാണ്. അതുപോലെ പൂജപ്പുര രാജ്യം. ഇവരെ ഇത്രയും പേരെ ഞാൻ നമിക്കുകയാണ്. ഇന്നും എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ആചരിക്കുന്ന, അവർ പറയുന്ന അതേ സിദ്ധാന്തത്തിലും അതേ ലൈനേജ് പ്രാവുമാണ് ഇവിടെ പറക്കുന്നത്.
അതായത് സബ്ജ ഞാൻ ഇപ്പോൾ കാണിച്ചത്, സബ്ജ കയറ, സുറുമ കയറ. പക്ഷേ സുറുമ ഈ കത്തങ്ങ എന്ന് പറയുന്നത് ഒറിജിനൽ കത്തങ്ങ ഇതാണ്. ഈ ഷെയ്ഡ് ഉണ്ടായിരിക്കണം, മക്കൾ പിരിന്നിറങ്ങാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാൻ മോനെ, ഇതാണ് ഒറിജിനൽ കത്തങ്ങ. ഈ ചില ആൾക്കാരിവിടെ പറയുന്നുണ്ട് ഇത് ചാമ്പക്കത്തങ്ങയാണെന്ന്. ചാമ്പക്കത്തങ്ങയും ഞാൻ കാണിച്ചു തരാം, പക്ഷേ ഇത് ഒറിജിനൽ കത്തങ്ങയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സുറുമ. ഈ സുറുമേര അതാണ് പ്രാവ് കാണുമ്പോൾ കണ്ടുകൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ജാതി പറയാൻ പറ്റില്ല. സുറുമയ്ക്ക് ഈ ഹസ്പീഡ് വെള്ള വരില്ല, ഉണ്ടല്ലോ, ഇല്ല. ഈ ഷെയ്ഡ് വെള്ള വരില്ല, ഉണ്ടല്ലോ. ഈ മുട്ടിൽ വെള്ള വരില്ല. പ്രാവ് സുറുമ. ഇതിനും 10-12ഓളം വയസ്സുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഇത് യഥാർത്ഥ സബ്ജ, മൈനേര താരു പോലെ രണ്ട് വശത്തും സുറുമ എഴുതിയതുപോലെ കണ്ടാകും. ഈ ഷെയ്ഡ് വെള്ള, കുളമ്പ് വെള്ള ഉണ്ട്, ഷെയ്ഡ് വെള്ള, കുളമ്പ് വെള്ള ഉണ്ടാ. ഇതിനെടുത്തേക്കുന്ന കണ്ട വെള്ള കണ്ട മുട്ടുവെള്ള, ഇതിനെടുത്തിരിക്കുന്ന മോൻ ഇതിനേക്കാൾ കലാപരമായിട്ടാണ്. ഇത് ഞാൻ പറയുന്നതിൽ ഒരു കാര്യം പറയുന്നത്, എനിക്ക് പ്രാവ് വിൽക്കാനോ എടുക്കാനോ അല്ല. വളർന്നു വരണ തലമുറ പ്രാവിൻ്റെ ജാതി, അതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കണം. സബ്ജയിൽ ചിത്തിരത്താരുള്ള മൈനയെപ്പോലെ ചാരുള്ള പെട്ടയാണ് പഠിച്ചത്. ഞാനന്ന് 9 വയസ്സാണ്. എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ എല്ലായിടവും പോകും. അപ്പനും ഇത് ഭയങ്കര കൃത്യം. ഈ അപ്പൻ്റെ കൂടെ ഈ എനിക്ക് പ്രായം വന്ന ആനയുടെ വാസ് കമ്പിപ്പണിക്കാരനാണ്. ഞായറാഴ്ചതോ ശനിയാഴ്ച രാത്രി അവൻ സംബന്ധം ഇവിടെയാണ് താമസിച്ചിരുന്നത്. വരും, ഞങ്ങൾ രണ്ടുപേരായിട്ട് പിറ്റേന്ന് രാവിലെ അപ്പൻ ഇവരെ കൂടെ എന്നെ ഏൽപ്പിച്ച് വിടും. അപ്പന് കൊപ്ര കച്ചവടമാണ്. ഞങ്ങൾ നേരെ രണ്ടുപേരായിട്ട് ജാസ്വസ് കമ്പനിയിലെ പിറകു വശത്ത് ജാസ്വസ് ചെല്ലപ്പാണ് എൻ്റെ വീട്ടിൽ പോകും. അപ്പോഴവരവിടെ ചെല്ലുമ്പോൾ പറയും, ഇവിടെ നീ പിറവിയിലൊരു നല്ല വളർത്തുകാരനാവേണ്ടതാണ്. സബ്ജ ഇതാണ്, സുറുമ ഇതാണ്, സബ്ജ പുള്ളി ഇതാണ്. ഇത് ഏതാണ്ടൊരു 3 വർഷം ഞാൻ നടന്നപ്പോൾ ജാതിയെ പറ്റി പഠിച്ചു. പിന്നീട് ഏത് സെറ്റ് ചെയ്യണമെന്ന് പഠിക്കാൻ കൃത്യമായിട്ടും പറഞ്ഞു തന്നത് ദ്വാരക ബാബുവണ്ണൻ. ദ്വാരക ബാബുവണ്ണെന്നും ചാക്കെ ശ്രീനിവാസ പണിക്കരും പൂജപ്പര രാജവണ്ണനെന്നും പറഞ്ഞ എൻ്റെ ദൈവം തന്നെയാണ് സുഹൃത്തെ. അത് എപ്പോഴും ഞാൻ പറയും. ഞാനിവിടെ ഒരു പ്രാവ് പന്തയം വിടാൻ എടുക്കുമ്പോഴും എൻ്റെ പ്രാവ് പന്തയം വിടാൻ പ്രാവ് പറത്തുന്നതും പറത്തി ഇറക്കുന്നതും സീൽ ചെയ്യാൻ പിടിച്ചു കൊടുക്കുന്നതും പുള്ളിയാണ്. പുള്ളിയുടെ പേര് പൊന്നനെന്നാണ്. ഞാൻ ഈ ഗുരുക്കന്മാരെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇവിടുന്ന് പ്രാവ് പന്തയം. ദ്വാരക ബാബുവണ്ണനാണ് പറഞ്ഞു തന്നത് സുറുമയ്ക്ക് സബ്ജ കയറയിൽ പെട്ട ചേർക്കണം. സുറുമ എന്ന് പറഞ്ഞാൽ ഇതാണ്, സബ്ജ കയറ എന്ന് പറയണ ഇതാണ്. അതായത് വെള്ളയിൽ തിരി കറുപ്പുണ്ടായിരിക്കണം, ഈ പുള്ളികൾ ഇട്ട കലർന്ന് കിടക്കണം, വല്ലയിടത്തും ഒരു പുള്ളി വന്നപ്പോൾ ഈ ലൈനേജിലുള്ള പെട്ട ആണ് ഇതിനിട്ടാൽ കുഞ്ച് പറക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തൊരു കുഞ്ച് ഈ അറയിൽ അയ്യറ്റത്ത് കിടപ്പുണ്ട്, കാണിച്ച് കണ്ടാ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണം എന്ന് പറയണത്, ഇത് സബ്ജ വാല് കണ്ടാ, ഇതിനും സബ്ജ വാലാണ്. ഇതിന് ഇവിടെ വെള്ള ഫുള്ളാണ്. അപ്പോൾ അതാണ് കളർ നോക്കല്ലേ എന്ന് പറയണം. അപ്പോഴിതിൻ്റെ തെമരം നമുക്ക് നോക്കാം. ഇതിനെടുക്കുന്ന കുഞ്ഞുങ്ങൾ അറിവ്, പറവ, രാത്രി, മഴ ഒന്നും വകവയ്ക്കുക. ഇതിനെടുത്ത ഒരു കുഞ്ഞാണ്, ഒരു കുഞ്ചു കൂടെയാണ് ഇപ്പോൾ പറത്തിയിരിക്കുന്നത്. ഭയങ്കര അറിവും ഭയങ്കര പറവയും. അങ്ങനെ 2-2.5 വർഷം നടന്നപ്പോഴാണ് ഈ ജാതികളെപ്പറ്റി പഠിച്ചത്. പിന്നീട് ദ്വാരക ബാബുവണ്ണൻ്റെ കൂടെ നടന്നും ആശാൻ്റെ കൂടെ ചെന്നിരുന്നും ഞാൻ സെറ്റ് ചെയ്യേണ്ടത് പഠിച്ചു. ഇന്നിവിടുത്തെ പിള്ളേർ പറഞ്ഞു, ആക്ഷേപിക്കുന്നതല്ല, ഇന്നത്തെ ആളുകളും വലിയ ആളുകളും പറയണം കണ്ണിന് ഇത്ര റിങ് ഉണ്ടായിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം, അല്ലാതെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ അടുത്ത് ഞാൻ കേൾക്കുകയാണ്, ഒരു മാടപ്രാവിനെ പിടിച്ച് നോക്കിയാൽ ഈ റിങ് ഉണ്ടായിരിക്കും. ഒരിക്കലും അല്ല സുഹൃത്തെ. സമരത്തിരിക്കണം വംശം എന്ന് പറയുന്നത് ഇത് സബ്ജ, ഇത് സബ്ജ കയറ. സബ്ജയ്ക്ക് സബ്ജ ചേരില്ല. സബ്ജയും ഒരു വംശമാണ്. വംശത്തോടെ ചേരില്ല. അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വൈറലായത്.
അങ്ങനെയാണെങ്കിൽ പെണ്ണ് കെട്ടാൻ മാമൻ്റെ മോളെയും കണ്ട സ്ഥലത്തും പോകണ്ട, സ്വന്തം അമ്മ പെറ്റ സഹോദരിയെ കെട്ടിയാൽ മതിയല്ലോ. ചുരുക്കി പറഞ്ഞ ബ്ലഡ് രണ്ടായിരിക്കണം, ചേർക്കുന്ന പെട്ടയുടെയും ആണിൻ്റെയും രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ്. ഒരേ ഗ്രൂപ്പിൽപ്പെട്ടാൽ ആ തള്ളയും തന്തയും 5 മണിക്കൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5 മണിക്കൂർ എന്നെ കിട്ടും, അതിലപ്പുറം കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. പ്രാവ് കാണിച്ച് ഈ ഓരോ പ്രാവിനും ഒരുപാട് വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചോളണം. ഈ പ്രാവിനെ നോക്കാം, ഇത് സബ്ജയാണ്, പക്ഷേ ഇതിനെ സബ്ജ ഗുല്ല് എന്നാണ് പറയുന്നത്. ഈ ഗുല്ല് വരണത് ഈ പുള്ളി വരണത് കൊണ്ടാണ്. കണ്ടാ, ഇത് സൂര്യസബ്ജ വംശത്തിൽപ്പെട്ട ഗുല്ലാണ്. ഈ സൂര്യസബ്ജയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഇവിടെ നല്ല ചുമപ്പായിരിക്കണം. കണ്ടാ, നമ്മൾ ഇതുവരെ എടുത്ത പ്രാവിനൊന്നും അവിടെ ചുവപ്പില്ല. കണ്ടാ, എന്നിട്ട് തെമര്, ഇതിനെയാണ് തെമര് എന്ന് പറയുന്നത്. കണ്ട, തെറിച്ച് നിൽക്കും. കണ്ട, നമ്മൾ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ, നിങ്ങൾ എങ്ങനെ പിടിച്ചാലും സാധാ ഇങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ ഈ വിരൽ പൊങ്ങിയല്ലേ വരൂ. നമ്മൾ അല്ലാതെ പിടിക്കണമെങ്കിൽ കമത്തി പിടിക്കുക, ഇങ്ങനെ നിൽക്കണം തെമര്. അതാണ് ഈ തെമര്. കണ്ടല്ലോ, ഇത് കണ്ട, രണ്ടിൻ്റെയും തെമര് നോക്കിക്കോളേ, മുകളിലോട്ട് നിൽക്കും. കണ്ടാ, ആദ്യമായിട്ട് പറത്തുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത മമ്മാസീൽ ടൂർണമെൻറ്റ്. അതിൽ ആ ഫിക്സറിലെ ആദ്യത്തെ പേരിൻ്റെതാണ് ശ്രീധരൻ നാടാർ കരിച്ചൻ. പിന്നെ തുടർന്ന് ഒരുപാട് പറവകളിൽ ഞാൻ പറത്തി, എല്ലാത്തിൻ്റെ റെക്കോർഡുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 6 മണിക്കൂറാണ് അന്നത്തെ ഏറ്റവും വലിയ ടൈം. പിന്നീട് ആശാനും ജാസൂസ് ചെല്ലപ്പണ്ണനുമൊക്കെ കലച്ച് 9 മണിക്കൂറാക്കി. ഈ 9 മണിക്കൂർ ഇരിക്കുമ്പോഴാണ് മണക്കാട് മാധവൻ പിള്ള, ട്രാൻസ്പോർട്ട് വർക്ക്ഷോപ്പിൽ ജോലിയുള്ള മാധവൻ പിള്ള, അങ്ങേരുടെ വീട് ചെറുതാണ്, ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത്. ചേകിലി കത്തിരിവാലിൽ അയാളിൽ 2 പ്രാവുണ്ടായിരുന്നു. അപ്പോൾ സീല് ചെയ്ത് ഇങ്ങനെ വിട്ടപ്പോൾ ഈ കൂരയിലിറങ്ങിയിരുന്നു. എന്നിട്ടൊരു പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു അത് എത്രാമത്തെ വാരിയിലിരിക്കണമെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴാ പയ്യൻ എണ്ണിയിട്ട് പറഞ്ഞു 7ാമത്തെ വാരി. ശരി, 1 മണിക്കൂർ പറന്നാലും 2 മണിക്കൂർ പറന്നാലും ഈ പ്രാവ് പറന്നിട്ടിറങ്ങുമ്പോൾ ആ 7ാമത്തെ വാരിയിൽ തന്നെ ഇറങ്ങും. 11 മണിക്കൂർ 50 മിനിറ്റ് പറന്നിട്ട് അവിടെ തന്നെ ഇറങ്ങും. അപ്പോഴാ ഇത് നമ്മൾ പറഞ്ഞു വരണത് പ്രാവിൻ്റെ വംശക്കൂർ, അല്ലാതെ അലവിലാതിയല്ല. ഞാൻ ഈ പ്രാവ് വളർത്താൻ തുടങ്ങിയിട്ട് 64 വർഷമായി. എൻ്റെ 9ാമത്തെ വയസ്സിലാണ്. 15 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിൽ സഞ്ചരിച്ച് നടന്നതിന് ശേഷം ഞങ്ങളിവിടെ കൂടുകൾ തമ്മിൽ പന്തയം വിടാൻ തുടങ്ങി. ആദ്യം പറഞ്ഞ പ്രാവ് അല്ലെങ്കിൽ അവസാനത്ത് പറഞ്ഞ പ്രാവ്. അതിന് ശേഷമാണ് ഞങ്ങൾ മമ്മാസിൽ പറവ, PFF പറവ, മമ്മദ് PGNs ഇതിലെല്ലാം ഇട്ടിട്ട്, അന്ന് ഫിക്സറില്ല, ബുക്കിലെഴുതും, പറത്തും, അങ്ങ് പോവും. ഈ മമ്മാസിൽ പറവ തൊട്ട് ഇങ്ങോട്ടാണ് ഫിക്സർ വരുന്നത്. ഉദ്ദേശം ഒരു 40-45 കൊല്ലം കൊണ്ട് ഞാൻ പന്തയം വിടുകയാണ്, മുടങ്ങാതെ വിടും. പക്ഷേ ഞാൻ എല്ലാ യൂട്യൂബുകളിലും പറഞ്ഞിട്ടുണ്ട്, പ്രൈസിന് വേണ്ടിയിട്ടല്ല, ഈ എൻ്റെ ഗുരുക്കന്മാരെ ഓർമ്മിക്കാൻ ഒരിതാണ്. ഒരിക്കലും എനിക്ക് പ്രൈസിന് ഞാൻ താല്പര്യത്തില്ല, എന്നാൽ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ 22 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നല്ല ചോലയാണ്, ചൂട്ടുവട്ടത്താണ് പറത്തിയിറക്കിയത്. 13 മണിക്കൂർ 13 മിനിറ്റ്. അവിടെ നിന്നാണ് ട്രിവാൻഡ്രം പാർട്ടിയായിട്ട് ഞാൻ പിണങ്ങാനുണ്ടായ കാരണം. കേരള ഹോട്ടലിൽ വെച്ച് പ്രൈസ് കൊടുപ്പിന് ചെന്നപ്പോൾ കൊച്ചു കുഞ്ഞിനെ പന്തയം മുട്ടി കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ പ്രൈസ് തന്നു. അപ്പോൾ പ്രാവ് പറത്തൽ 54 നിയമവും. ഈ 54 നിയമത്തിനിടയിൽ ഇത്ര പ്രായമുള്ളത് വിടണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് അതിനൊരു മുൻമെൻ്റ് തന്നത്. 13 വർഷങ്ങൾക്ക് മുമ്പ് 13 പറത്തിയതിന് ഉപകാരമായി. പിന്നെ അന്നും ഇന്നും ബാധിച്ചുകൊണ്ടിരുന്ന കാഞ്ഞിരംകുളത്തൊരു സംഘടന വേണം. ഇപ്പോൾ 4 വർഷം കൊണ്ട് സംഘടനയായി, രജിസ്ട്രേഷനായി, നമ്മളെല്ലാവരെയും വിളിച്ച് ആദരിച്ചു. സന്തോഷമായിട്ട് പോകണം. ഒരുപാട് ജാതി പ്രാക്കൾ എൻ്റെ കയ്യിലുണ്ട്.
ഒരു ഇന്നത്തെ പിള്ളേർ പറയുന്ന അതുപോലെയല്ല, പഴയ വഴികളിലൂടെ ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് വീട്ടുകാർ വരെ സപ്പോർട്ടാണ്. ഞാൻ വളർത്തിയ കാലത്ത് എൻ്റെ 20ാമത്തെ വയസ്സിൽ 19.5 വയസ്സായപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ട് വീട്ടിൽ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഒരു പെണ്ണ് കെട്ടാൻ നടന്നപ്പോൾ പ്രാവും പട്ടിയും മുയലും വളർത്തുകൊണ്ട് ആരും പെണ്ണ് കയറിയില്ല. ഇവിടെ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കെട്ടിയാണ് ഞാൻ ഇതുവരെ എത്തി. അന്ന് പ്രാവ് വളർത്തിയാൽ അവിടെ മരണം നടക്കും, പ്രാവ് കുറുകിയാൽ വീട് കുറുകിപ്പോവും. അവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, ഇപ്പോൾ 7 ചതുരം വീടുണ്ടെങ്കിൽ 2 കൊല്ലം പ്രാവ് വളർത്തിയിട്ട് അളന്ന് നോക്കണം, അതിൽ അളവ് കുറയുമെന്ന്. അങ്ങനെയൊന്നുമല്ല സാറേ. പ്രാവ് എന്ന് പറയുന്നത് സത്യസന്ധമാണ്. നമ്മളിവിടെ നിന്ന് ഇപ്പം നിങ്ങൾ കാഞ്ഞിരക്കുളത്ത് വന്ന് നിന്നിട്ട് വഴി ചോദിച്ചില്ലേ, പ്രാവ് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഈ 25 മണിക്കൂർ 30 മണിക്കൂർ പറക്കണ പ്രാവ് തണലിലോ തിങ്ങണില്ല, വിശ്രമിക്കണില്ല, വെള്ളം കുടിക്കണില്ല, ആരുടെടുത്തും വഴി ചോദിക്കണില്ല, പോണ വീട്ടിൽ തന്നെ വരെയല്ലേ. ഏറ്റവും കൂടുതൽ അറിവും സമ്മതിക്കേണ്ട പക്ഷിയും പ്രാവല്ലേ. അതാണ് എൻ്റെ മനസ്സിനെ ഹരം പഠിപ്പിച്ച് ഇത്രയും എനിക്കിപ്പോൾ കാഴ്ചയൊക്കെ കുറവാണ്, പുള്ളിയുടെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ എനിക്ക് പ്രാവില്ലാതെ ജീവിക്കാൻ നോക്കില്ല. ഇതിനിടയിൽ ഒരു 1.5 ദിവസമായിട്ട് എൻ്റെ ഒരു പ്രാവില്ലായിരുന്നു. ഞാൻ ഒരുമാതിരി മാനസിക രോഗി വിലയായി. പിന്നെ പിള്ളേരൊക്കെ കൂടെ കൊണ്ട് വച്ചു തന്നതാണ്. അതിനുശേഷം 3-4 അടുത്ത് വാടകയ്ക്ക് പോയപ്പോഴെല്ലാം ഇത് ലാറി പിടിച്ച് കൂടെ കൊണ്ടുപോയി. പിന്നെ കൂടെ വന്നു. സാധാരണ പ്രാവിന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വയറടച്ചാൽ മതി. പക്ഷെ പറത്തുന്ന പ്രാവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ പറക്കും. ഞങ്ങളിവിടെ കള്ളത്തനമൊന്നും പറയുന്നില്ല. അതിന് കൊടുക്കുന്ന ഫുഡ് പരസ്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു പന്തയം ഒരു പ്രാവിന് വെള്ളവും ആഹാരവും കൊടുത്തില്ല, ഒരു പ്രാവിന് വെള്ളവും ആഹാരവും കൊടുത്തു. ആ റബ്ബറിയുടെ സാന്നിധ്യത്തിൽ ഇതെല്ലാം കാണിച്ച് വീഡിയോ പിടിച്ചിട്ടാണ് പ്രാവ് പറത്തിയത്. 12 മണിക്കൂർ 9 മിനിറ്റ് കോരിച്ചൊരിയണ മഴയായിരുന്നു. എന്നാലും പ്രാവ് 12 മണിക്കൂർ 9 മിനിറ്റ് നിന്ന് ഒരു വലിയ കപ്പും ഒരു സർട്ടിഫിക്കറ്റും മാറ്റിയെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് പ്രാവിനെ സംരക്ഷിക്കുന്നതിൽ കാര്യമുണ്ട്. നമ്മൾ കൊച്ചു മക്കളെ പ്രസവിച്ചെടുത്ത് നഴ്സറി പരുവമാക്കുന്നത് വരെയുള്ള അതിനേക്കാൾ കൂടുതൽ ജോലി ഒരു പറത്ത് പ്രാവിന് വേണ്ടിയുണ്ട്. അതിൻ്റെ കോച്ചിങ്, അതിൻ്റെ ട്രെയിനറുടെ കയ്യിലാണ് പ്രാവിൻ്റെ പറവ ടൈം ഇരിക്കുന്നത്. കാരണം വള്ളക്കടവ് റാസി 25 ചില്ലറ വളർത്തി, അത് ആ ട്രെയിൻ ചെയ്ത ആളിൻ്റെ കഴിവാണ്. പിന്നെ അയാളെ കഴിവിനെ പ്രശംസിക്കുന്നതിനോടൊപ്പം ആ വംശം പ്രാവിനെയും സമ്മതിക്കണം. കാരണം ആ വംശം അതിന് പറക്കാനേ കഴിയൂ. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് കൊടുത്ത് പറത്തി. കാരണം നമ്മൾ ഈ സ്പോർട്സ് താരങ്ങളെ നോക്കി അവർ തറയിൽ കൂടെ ഉത്തേജക മരുന്നുകളൊക്കെ കഴിച്ചിട്ട് 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ടാണ് അവർ ഫിനിഷ് ചെയ്യുന്നത്. ഒരു പ്രാവ് വിട്ട് കഴിഞ്ഞിട്ട് ഇത്രയും മണിക്കൂർ ഫിനിഷ് ചെയ്തിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു ഇത് തന്നെ. അതുകൊണ്ട് പ്രാവിന് കൂരവ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 കിലോ കൂരവിന് 1/2 കിലോ സൂചിക്കമ്പൻ, 250 തെന. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും കള്ളമല്ല. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് നന്നായി കഴുകി ഉണക്കി ഇത്ര അളവിൽ ഇന്നത്, ഇത്ര കപ്പലണ്ടി, ഇത്ര ചുണ്ടൻ കടല, ഒരു 8 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ബദാം. ഇന്ന് പിള്ളേർ പറയുന്നത് ഒരു 15 ബദാമൊക്കെ കൊടുത്താൽ ഇന്ന് 8 മണിക്കൂർ പറന്ന പ്രാവ് നാളെ അടുത്ത 10, നാളെയല്ല അടുത്ത 10, 15 മണിക്കൂർ പറക്കുമെന്നാണ്. ഒരിക്കലും പറക്കില്ല. ബദാം കൊടുത്തെന്ന് പറഞ്ഞ് പ്രാവ് പറക്കില്ല. ബദാം എപ്പോൾ കൊടുക്കണം എന്നുള്ളതാണ്. കൂരവും മറ്റു ആഹാരങ്ങളും കൃത്യമായിട്ടും കൊടുക്കണം. വെള്ളം, ഇതൊരു പ്രധാന പോയിൻ്റാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പറയുന്നു 30 ml വെള്ളമേ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാറ് എല്ലാം ക്ലിയർ അല്ലേ, കാറ്റുണ്ട്, അതിൻ്റെ പാർട്സുകളെല്ലാം കറക്റ്റാണ്. പക്ഷേ പെട്രോൾ ഇല്ലെങ്കിൽ ഓടും. പെട്രോൾ വെള്ളമല്ലേ. അപ്പോൾ പ്രാവിന് വെള്ളം വേണം. ആഹാരം കുറഞ്ഞാലും പ്രാവ് ഉത്തേജകം എടുത്തുള്ളൂ. വെള്ളം കുറഞ്ഞു പോയി ആ ഹാർട്ട്. അതുകൊണ്ട് വെള്ളം ഈ അളന്ന് കൊടുക്കണമെന്ന് പറയുന്നതോടുകൂടി ഞാൻ യോജിക്കില്ല. അതുപോലെ തന്നെ ഈ കണ്ണും ചുണ്ടും നോക്കി സെറ്റ് ചെയ്താൽ പറക്കും എന്ന് പറയുന്നതിനോടുകൂടി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അത് ഞാൻ എല്ലാ യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെളിയിൽ പോയൊരു പെണ്ണ് കെട്ടേണ്ട കാര്യമല്ല. അമ്മ പറ്റ സൗകര്യം കെട്ടിയാൽ മതി. ഇപ്പം നെഞ്ച് നീളം ഞാൻ പറഞ്ഞു, ആണിങ്ങനെ നിൽക്കണം. അതുപോലെ ആണ് നടക്കുമ്പോൾ ആ ഒരു ഭാവനയിൽ കാല് വയ്ക്കണം. പെണ്ണ് നടക്കുമ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ നടക്കുമ്പോൾ കുണുങ്ങി തന്നെ നടക്കണം. നമ്മളൊരു പ്രാവ് കുഞ്ചിന് സാധാ കൊടുക്കുന്ന ആഹാരം ഗോതമ്പ്, മുത്തിച്ചോളം ഇതെല്ലാം കൊടുത്ത് പറത്തുകയാണ്. അത് ഓടി ഒരു ദിവസവും ഇടയില്ലാതെ ഒരു 8 മണിക്കൂർ പറന്നു. ഇതിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ വൈകിട്ട് നമ്മൾ കൂട്ട് പ്രാവ് ഇടുമ്പോൾ മാത്രമേ ഈ പ്രാവ് ഇറങ്ങാവൂ. അതിന് മുമ്പ് ഇറങ്ങുന്ന പ്രാവ് ലെവലാക്കിയാണ്. 8 മണിക്കൂറായി പ്രാവ് വൈകിട്ട് 7:30 മണി ആയി ഇങ്ങനെ ആടി നിൽക്കുകയാണ്. പ്രാവ് ഇറങ്ങണില്ല. നമ്മൾ 10 മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് വിടും.
എന്നിട്ട് വെട്ടിടുമ്പോൾ വെട്ട് കണ്ടതിന് ശേഷം പ്രാവ് ഇറങ്ങും. അപ്പോൾ അതിനെ അങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും കൂട്ടുപ്രാവ് കാണാതെ ഇറങ്ങുന്നില്ല. അപ്പോൾ ഈ 8 മണിക്കൂറായ പ്രാവ് ഇറങ്ങുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ആകുമ്പോൾ പിടിച്ചിട്ട് നോക്കുക അതിനെന്തെങ്കിലും കുറവുണ്ടാകും. അപ്പോൾ നമ്മൾ ടിറാമെസിൻ കലക്കി 250 mg ടിറാമെസിൻ ആ 2 പ്രാവിനും ഗോകർണത്തിൽ കലക്കി കൊടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 250 mg ചെക്കാൾ കാൽസ്യത്തിൻ്റെ ഗുളിക പകുതി എടുത്ത് 2ആയിട്ട് മുറിച്ച് 2 പ്രാവിനും കൊടുക്കും. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊരു മീൻ ഗുളിക കൊടുക്കും. എന്നിട്ട് കൂട്ടിലിട്ടേക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം പിടിച്ചു കൊടുക്കും. ചിലപ്പോൾ അതിൽ ബി കോംപ്ലക്സ് ഒഴിച്ചിരിക്കാം, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇടും. പലരും വിമറാളും ഒട്സോക്കാഴ്ചയും പിന്നെ ബ്രോ മിൽക്കൊക്കെ ഒഴിച്ച് കൊടുക്കുമെന്ന് പറയണം. ഞാനത് ചെയ്യില്ല. ഞാനിവിടെ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ പിന്നെ ബി കോംപ്ലക്സ്, ആപ്പിളിൻ്റെ പടമുള്ള ബി കോംപ്ലക്സ്. അപ്പോൾ പിറ്റേന്നൊരു ദിവസം റെസ്റ്റ് കൊടുക്കും. അപ്പോൾ 8 മണിക്കൂർ പറന്നിരിക്കുകയാണ്. പിറ്റേന്ന് റെസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ പിറ്റേന്ന് 3 മണിക്ക് വിടും. താത്ത് 3 മണിക്ക് വിട്ട് എത്രത്തോളം നൈറ്റിൽ കയറ്റാൻ പറ്റുമോ കയറ്റും. പിന്നെ ഇടയ്ക്ക് കയറി നൈറ്റിൽ പറക്കാൻ ഒരു ജാതി പ്രാവുണ്ട്, അതേ പറക്കും. അല്ലാതെ എല്ലാ പ്രാവും നൈറ്റിൽ പോകില്ല. കണ്ണ് വെട്ടം കണ്ടുമ്പോൾ കറങ്ങി അവിടെ ചെന്ന് വിടാൻ നോക്കും. നൈറ്റിലും മഴയത്തും പറക്കാൻ പ്രത്യേക വംശത്തിൽ പ്രാവുണ്ട്. അല്ലാതെ കണ്ണും ചുണ്ടും നോക്കിയെന്ന് പറഞ്ഞൊന്നും അത് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 3 മണിക്ക് വിടും. ഞങ്ങളിവിടെ ചെയ്യുന്ന കാര്യമാണ് പറയണത്. എന്നിട്ട് പിറ്റേന്ന് റെസ്റ്റ് കൊടുക്കും. അതിൻ്റെ പിറ്റേന്ന് 8 മണിക്ക് വിടും രാവിലെ. അപ്പോഴും 7:30 ശേഷം, നമ്മൾ 7:30 വരെ കണക്കാക്കുന്നുള്ള, 7:30 ശേഷം നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് റെസ്റ്റ് കൊടുക്കും. അപ്പോഴും ഇറങ്ങുമ്പോൾ ഈ ടെറാമെസിനും മീൻകുളിയയും ചെക്കാളും അതിന് വേണ്ടുന്ന കാൽസ്യത്തിൻ്റെ എല്ലാം എന്തൊക്കെ ആഹാരം, അതായത് ബദാം, പച്ചക്കപ്പലണ്ടി, തേന്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊടുക്കും. അപ്പോൾ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ കുതിരയെ പോലെ നിൽക്കും. അതിൻ്റെ പിറ്റേന്ന് 11 മണി തൊട്ട് 1 മണി വരെയുള്ള വെയിൽ കൊള്ളിക്കും. കൂട് വെച്ചിട്ടുണ്ട്. വെയിൽ കൊള്ളിച്ചിട്ട് പിറ്റേന്ന് റെസ്റ്റ്. അതിൻ്റെ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് വിടും. 6 മണിക്ക് വിട്ട് ഇതിനിടയിൽ പ്രാവിനെ നിരീക്ഷിക്കണം. ചിറവ് താത്തിട്ടുണ്ടോ, ക്ഷീണമുണ്ടോ, മൂക്കൊലിപ്പുണ്ടോ, തൂവൽ പൊഴിഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം 6 മണിക്ക് വിട്ടിട്ട് വൈകിട്ട് മിണ്ടല്ല എത്ര നൈറ്റിൽ കയറുമെന്ന് നോക്കണം. അവസാനം വരെയും ആ പ്രാവ് കൂട്ടുപ്രാവ് കണ്ടിറങ്ങുന്ന പ്രാവാണെങ്കിൽ നമുക്ക് നൈറ്റിൽ എത്ര വേണമെങ്കിലും നിർത്തി വയ്ക്കാം. കാരണം അവ ഇങ്ങനെ വന്ന് തള്ളി നിൽക്കും ഈ താഴെ പ്രാവ് കാണാൻ. ആ വഴികളെ പറക്കൂ. പ്രാവ് ട്രെയിനറുടെ കയ്യിലും ട്രെയിനിങ്ങിൻ്റെ കയ്യിലും പ്രാവിൻ്റെ വംശത്തിലുമാണ് പ്രാവ് പറക്കുന്നത്. എൻ്റെ കയറയും വാൾച്ചാമ്പയും അത് 5 വർഷം തുടരെ പ്രൈസ് എടുത്ത് വന്ന് വാൾച്ചാമ്പ. 5ാമത്തെ വർഷം പുള്ളി എവിടാൻ വന്നപ്പോൾ ചിറവ് കുരട് പിടിച്ച് വെട്ടിയിട്ടേക്കുകയാണ്. അവ 4 വർഷം പ്രൈസ് എടുത്ത് വന്നു. ആ ലൈനേജാണ് ഞാൻ വിടുന്നത്. അതായത് സബ്ചാപ്പുള്ളി ലൈനും വാൾച്ചാമ്പ ലൈനും. ഈ പറന്നതിൻ്റെ മക്കളും സഹോദരങ്ങളും അപ്പനും അപ്പൂപ്പനും അമ്മുമ്മയും എല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് വെള്ളച്ചാമ്പ. ഈ വെള്ളച്ചാമ്പയ്ക്ക് ഈ ബാറ് കാണില്ല, കണ്ടാ, ഈ ബാറ് കാണില്ല. ഇതാണ് പൂജപ്പര രാജവണ്ണൻ ചാക്കെ ശ്രീനിവാസ പണിക്കരടുത്ത് എനിക്ക് ഒപ്പിച്ചു തന്ന കാശ്മീർ. യഥാർത്ഥ കാശ്മീർ ഇതാണ്. കണ്ണിനൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഈ ബാറ് കറക്റ്റായിരിക്കണം, കണ്ടല്ല. ഈ ബാറുണ്ടെങ്കിലേ കാശ്മീരാകും, അല്ലെങ്കിൽ ചാമ്പയാണ്. ഇതാണ്ട, ഇതിന് ബാറില്ല, ഉണ്ടോ? ഇത് ആ കത്തങ്ങയ്ക്ക് എടുത്ത കുഞ്ചാണ്, കണ്ട, കഴുത്തലി ചുവപ്പ്. ഇങ്ങനെ ഈ ജാക്കപ്പുള്ളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജാക്കപ്പുള്ളി ഇതാണ്. അല്ലാതെ എവിടെയെങ്കിലും ഒരു പുള്ളി വന്നാൽ പോരാ. ജാക്ക് കറുപ്പ് വെള്ള കളറിൽ നിറഞ്ഞു നിൽക്കണം. പ്രാവിൻ്റെ കൂടെയുള്ള സഹോദരൻ്റെ മക്കളാണ് ഇപ്പോൾ കണ്ണൂരിൽ 2 ഫസ്റ്റ്, 1 തേർഡ്, 1 ഫോർത്ത്. ഇതിൻ്റെ കൂടെയുള്ള പ്രാവിന് അവരൊരു പെട്ട ചേർത്തപ്പോൾ എടുത്ത് പറന്നു. ഇതാണ് 5 വർഷം. ഈ വർഷവും പന്തയം വിട്ടു, ശീലം വാങ്ങിയിട്ടില്ല, ശീലം കാണിച്ചു. ഇതാണ് 5 വർഷം തുടർച്ചയായിട്ട് പ്രൈസ് എടുത്ത. ഇത്തവണ പ്രൈസ് കിട്ടിയില്ല, 4 വർഷം പ്രൈസ് എടുത്ത പ്രാവ്.
കാഞ്ഞിരംകുളത്തൊരു രജിസ്ട്രേഷൻ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ഷാനും കൂട്ടുകാരുമായിട്ട് ആ രജിസ്ട്രേഷൻ നടന്നു. ആ രജിസ്ട്രേഷൻ കിട്ടിയ വർഷത്തെ എന്നെ ആദരിച്ചു. അതുപോലെ ഒരുപാട് പേര് ആ സമയത്തുള്ളവരെ ഞങ്ങളെ ദൃശ്യയിൽ വെച്ച് ആദരിച്ചു. അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാഞ്ഞിരംകുളത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് വസ്തു ഈ സംഘടനയുടെ പേരിൽ വാങ്ങി ഒരു കൊച്ചു കെട്ടിടം, ഈ ബൈലകളും ഈ റോളിംഗ് കപ്പുകളും അത് ഇതുമൊക്കെ കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കാൻ ആ ഷാനിൻ്റെ കൂട്ടുകാരും ആ പറവയിൽ അണിനിരത്തുന്ന ഏത് പറവക്കാർക്കും ചേർന്ന് കഴിയണതും വേഗം ഒരു 3 സെൻറ്റ് അങ്ങനെ ഒരു കെട്ടിടം കൂടെ വെച്ച് കണ്ടിട്ട് മരിക്കണം എന്നൊരാഗ്രഹം. കാരണം ഞാൻ പ്രാവിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അറിയാം. എന്നെ വിരട്ടിയെടുത്തുന്നൊക്കെ ഞാനിതെല്ലാം ലാറിയെ പിടിച്ചാണ് വാടക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. എന്നിട്ടും പ്രാവും പട്ടിയും കിളിയും വിട്ടിട്ടില്ല. കിളി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കഴിയാത്തതുകൊണ്ട് നിർത്തിയത്. ഇനി അതുപോലെ വരും തലമുറയുടെ അടുത്ത് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ എണ്ണം പ്രാവ് വളർത്തല്, നല്ല ലൈനേജ് പ്രാവ് വളർത്തി ഒരു 13.5 മണിക്കൂറൊക്കെ പറത്തി കാണിച്ചാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. രാത്രി ഉറക്കം മെനക്കെട്ട് മേലോട്ട് നോക്കിക്കൊണ്ട് കിടന്നും ഈ കാലേജൻ്റെ കറണ്ട് ചിലവും ഈ ലൈറ്റ് ഇട്ടിരിക്കുമ്പോൾ അയലിലുള്ള പിള്ളേർക്ക് പഠിക്കാനും എടുക്കാനും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ കാണും. അതൊക്കെ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. വീണ്ടും എടുത്ത് പറയുകയാണ്, കണ്ണും ചുണ്ടും നിറവും നോക്കിയാലൊന്നും പ്രാവ് പറക്കില്ല. തെമരും ഒത്തിരിക്കണം, വംശവും ഒത്തിരിക്കണം. പ്രാവ്, കിളി, മുയൽ, പട്ടി, ആട്, കോഴി ഇതെല്ലാം എൻ്റെ പക്ഷി മൃഗാദികളുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഹരമാണ്. ഒന്നും പിന്നോട്ടിലല്ല. ശിക്ഷ എൻ്റെ ശിക്ഷ തന്നെ. ഇപ്പം 5 കൊല്ലം കൊണ്ട് അവനാണ് ഇവിടെ പ്രാവ് പമ്പയം വിടുന്നതും ഇറക്കുന്നത്. ഇതെൻ്റെ മോൻ്റെ മകൻ. എല്ലാ വീഡിയോയിലും അവനെ കാണിച്ചിട്ടുണ്ട്. പ്രാവിൽ ആഹാരം കൊടുക്കാനൊക്കെ പിടിച്ചു തരണത് പുള്ളിക്കാരനാണ്. പിന്നെ ഈ വർഷം ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടില്ല. ആഹാരം കൊടുക്കുന്നത് ഇപ്പോൾ പൊന്നനാണ്. എനിക്ക് കാഴ്ച കുറവുണ്ട്, ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നല്ല പ്രാവ് വളർത്തുകാരുണ്ടാകണം. പിന്നെ വേറൊരു ആഗ്രഹം കൂടെ എനിക്കുണ്ട്. നമ്മൾ ഈ സ്പോർട്സ്, ക്രിക്കറ്റ് കളി, ബോൾ കളി, ചെസ് കളി അതൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്നതാണ്. ഈ പ്രാവ് പറത്തൽ ടൂർണമെൻറ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് ഞാൻ ഒരു റിക്വസ്റ്റ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. കാരണം ഒരു ജീവപ്രാണി ഇത്രയും സമയം നിലം തൊടാതെ പറക്കുകയും ആ വിടുന്ന സ്ഥാനത്തെത്തുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനകത്ത് പട്ടിക്ക് ലോണ് കൊടുക്കുന്നു, പന്നിക്ക് ലോണ് കൊടുക്കുന്നു, പ്രാവിന് ലോണ് വേണ്ട. പക്ഷേ ഗവൺമെൻറ് അടിസ്ഥാനത്തിൽ ഈ പന്തയം അവർ ഏറ്റെടുത്ത് നടത്തണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ട്.